ലാൽ സലാം. ഒരു പക്ഷേ എമ്പുരാനേക്കാളേറെ ജനങ്ങൾ കാത്തിരിക്കുന്ന ചിത്രമാണ് മോഹൻലാൽ നായകനായി എത്തുന്ന തുടരുമെന്ന ചിത്രം. തരുൺ മൂർത്തി സംവിധാനം ചെയ്യുന്ന ഈ ഒരു ചിത്രം ക്വാളിറ്റി കൊണ്ട് ഒന്നാം തരമായിരിക്കുമെന്നുള്ളതിന് സംശയമില്ല. കാരണം തരുൺ മൂർത്തി ചിത്രങ്ങളെല്ലാം അങ്ങനെ തന്നെയാണ്. പിന്നെ മോഹൻലാൽ സാധാരണക്കാരനായി എത്തുന്നു എന്നുള്ളൊരു കാര്യം, അങ്ങനെ ഒരു സിനിമ വന്നിട്ടുണ്ടെങ്കിൽ അതെന്നും മലയാളികൾ ഹൃദയത്തിൽ ചേർത്ത് വെച്ചിട്ടുള്ളതാണ്. സിനിമയുടെ പ്രീസെയിലൊക്കെ തകൃതിയായി ഗംഭീരമായി വിദേശ രാജ്യങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നു. പലയിടത്തും ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തു, അവിടെയെല്ലാം മികച്ച കളക്ഷനായി പോകുന്നു. ഇപ്പോൾ നമുക്ക് പുതിയ ഒരു ഡീറ്റെയിൽ വന്നിരിക്കുന്നു. സിനിമയുടെ UK, നോർത്ത് അയർലൻഡ് തുടങ്ങിയ സ്ഥലങ്ങളിലെ തിയേറ്റർ ലിസ്റ്റുകൾ പുറത്തു വന്നിരിക്കുന്നു. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രിപ്ഷൻ ഒന്ന് പരിഗണിപ്പിക്കാം. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ കമൻസുകളും ലൈക്കുകളുമൊക്കെ ഒന്ന് ഇടാവുന്നതുമാണ്. ഇവിടെ UK, നോർത്ത് അയർലൻഡിൽ നിന്ന് മാത്രമായി ഏകദേശം 78ഓളം സെൻറ്ററുകളുടെയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതായത് 78ഓളം സെൻറ്ററുകളിൽ സിനിമയുടെ റിലീസ് ഉറപ്പിച്ചിരിക്കുന്നു. ഇനിയും അങ്ങോട്ട് കൂടുതൽ സ്ക്രീനുകൾ ആഡ് ചെയ്യപ്പെടും എന്നുള്ളത് തന്നെയാണ് പറയുന്നത്. ഏപ്രിൽ 25 മുതലാണ് വരുന്നത്. മണിയമ്പിള്ള രാജുവും അതേപോലെ തന്നെ മോഹൻലാലും ഒരുമിച്ച് നിൽക്കുന്ന ഈ ഒരു പോസ്റ്റർ കാണുമ്പോൾ വലിയ രസമാണ്. പ്രത്യേകിച്ച് ഈ ഒരു കോമ്പിനേഷൻ നമുക്ക് വലിയ ഇഷ്ടമുള്ളതാണ്. RFT ഫിലിംസ് തന്നെയാണ് പുറത്തുവിട്ടിരിക്കുന്നത് ഈ ഒരു തിയേറ്റർ ലിസ്റ്റിൻ്റെയും കാര്യങ്ങളുമൊക്കെ. അതിനിടയിൽ നമുക്ക് പുതിയ അപ്ഡേറ്റുകൾ വന്നിരിക്കുന്നത് സിനിമയുടെ 3 ദിവസത്തെ അല്ലെങ്കിൽ ഇതുവരെയുള്ള പ്രീസെയിൽ കളക്ഷൻസ് അപ്ഡേറ്റുകളാണ്. എന്താണേലും 7:30 വൈകുന്നേരം 7 ഇന്ന് 7:30 വരെ ലഭിച്ചിരിക്കുന്നതിനകത്തിൽ ആദ്യ ദിനം സിനിമയ്ക്ക് 12.47 ലക്ഷമാണ് വന്നിരുന്നത്. അതായത് $14,610 ഡോളറുകൾ വന്നു എന്നുള്ളതാണ്. അങ്ങനെ 3 ദിവസം കൊണ്ട് അല്ലെങ്കിൽ മൂന്നാമത്തെ ദിവസത്തിലേക്ക് എത്തിയിരിക്കുമ്പോൾ $21,834, അതായത് 18.64 ലക്ഷം വന്നിരിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ മൊത്തം 30 ലക്ഷം രൂപയ്ക്ക് മുകളിലേക്ക് എത്തിയിരിക്കുന്നു പ്രീസെയിൽ എന്നുള്ള സന്തോഷകരമായ വാർത്തയാണ്. ഇതിനകത്തിൽ UAE അഡ്മിറ്റുകൾ 602ഓളമാണ്. ഇത് ആദ്യ ദിനത്തെയാണ് വന്നിരിക്കുന്നത്. 144 ഷോകളിൽ നിന്ന് ഗ്രോസ് നേടിയിരിക്കുന്നത് 32,508 AED ആണ്. അതായത് $8,850. ഒമാനിൽ 347ഓളം പേരുകളാണ് ടിക്കറ്റ് എടുത്തിരിക്കുന്നത് 33 ഷോകളിൽ നിന്ന്. അതായത് ഗ്രോസ് ആയി വന്നിരിക്കുന്നത് $3,977. അതായത് ടോട്ടൽ വന്നിരിക്കുന്നത് 12,827, അതായത് 10,95,000 രൂപയോളം വന്നു എന്നുള്ള കണക്കുകളാണ്. എന്താണേലും മികച്ച രീതിയിലുള്ള കാര്യങ്ങളാണ് സിനിമയ്ക്ക് കാണാൻ കഴിയുന്നത്. പലയിടത്തും ബുക്കിങ്ങിൽ നല്ല ലെവലിലുള്ള ബുക്കിംഗ് കാണാൻ കഴിയുന്നു. കേരളത്തിലെ ബുക്കിംഗ് ഉടൻ തന്നെ തുടങ്ങുന്നതാണ്. അതായത് 22-ാം തീയതിയോടെ ആയിരിക്കും തുടങ്ങാൻ പോകുന്നത് എന്നുള്ളതാണ്. 22, 23. കാരണം ഇതിന് വലിയ ഹൈപ്പോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ വരുന്നതാണ്. പക്ഷേ ഹൈപ്പും കാര്യങ്ങളും ഒന്നും ഇല്ലെങ്കിലും സിനിമ ഇറങ്ങിക്കഴിയുമ്പോൾ ഇത് ആളിക്കത്തിക്കുന്ന ഒരു സംഭവം തന്നെയായിരിക്കും. എന്തായാലും 200 കോടി എന്നുള്ള ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിൽ ചിന്തിക്കുക. അത് തീർച്ചയായും സിനിമ എത്തുന്നതായിരിക്കും. നമ്മളുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരണം. ലാൽ സലാം.